വഖഫ് നിയമം എത്രമാത്രം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന് ഞങ്ങളെല്ലാം പൊതുവിൽ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഭരണം കൂടെ അത് അംഗീകരിച്ചില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ യഥാർത്ഥത്തിൽ BJPയുടെ വർഗീയവൽക്കരണ നയത്തിനുള്ള ഒരു പ്രഹരമാണ്. വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് അവർ തന്നെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു, മറ്റ് മതവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകളിൽ നിങ്ങൾ വേറെ മതത്തിൽപ്പെട്ടവരെ കൂടെ അതിനകത്ത് ഇരുത്തുവോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം 24-ാം CPM പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെ ഓരോന്നിനെയും ജനങ്ങളിൽ പിളർപ്പുണ്ടാക്കാം, വിഭജനം ഉണ്ടാക്കാം, അതിന് പഴുതന്വേഷിച്ച് നടക്കുന്ന ഇന്ത്യയുടെ ഉത്തമ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാൾ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അവിടെ തീക്കളിയാണ് ഈ കേന്ദ്ര BJP ഗവൺമെന്റും. അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ RSS ആണ്. ഞാൻ ഈ സംസാരിക്കുന്ന നഗരം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് രാഷ്ട്രീയ സ്വാധീനം നേടിയിട്ടുള്ള ഒരു നഗരത്തിൽ ഇരുന്നിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. സുപ്രീം കോടതി ഇത്രയെങ്കിലും ഇടപെട്ടല്ലോ എന്നുള്ളത് വളരെയധികം അഭിമാനകരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോഡിയും അമിത്ഷായും ഒക്കെ ആത്മപരിശോധന നടത്തുമെന്നോ ഈ തെറ്റ് തിരുത്തുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഞാൻ ആവശ്യപ്പെടുന്നത് അവർ തിരുത്തണമെന്നാണ് ഈ വൈകിയ വേളയിലേക്ക്. വളരെ ദുഃഖകരമാണ്. ഹെഗ്ഡവാർ, ഗോൾവൽക്കർ, സവർക്കർ, ഗോഡ്സെ ഇവരെയൊക്കെയാണോ നമ്മൾ പുതിയ തലമുറയുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, സമൂഹത്തിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ.